കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ചില നേർക്കാഴ്ചകൾ അവതരിപ്പിക്കുകയാണ്. എപ്പോഴെങ്കിലും പോയിട്ട് നമുക്ക് ദിവസം പോയിട്ട് നമുക്ക് കഴിയാൻ വഴിയില്ല. എപ്പോഴെങ്കിലും ഒരു പണി കിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇല്ല, കക്കൂസും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ കാട്ടിക്കൊക്കെയാണ് പോണത്. അതെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ശരിയാണോ? അല്ല, നമുക്ക് അതും കൂടി കെട്ടാനൊരു വഴിയില്ല. പഞ്ചായത്ത് പോയി ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണോണ്ട് വീട്ടു നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് റേഷൻ കാർഡ് തരാൻ ഉണ്ടാക്കാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വീട്ടു നമ്പർ ഇല്ല, ഇവിടെ ഇരിക്കുമ്പോൾ വീട്ടു നമ്പറും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടു നമ്പർ ഇല്ലാത്തതുകൊണ്ട് റേഷൻ കാർഡും റെഡിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്വന്തമായിട്ട് ഭൂമിയില്ല, വീടില്ല, കക്കൂസില്ല, റേഷൻ കാർഡില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നിന് പോകാൻ സ്ഥലമില്ല, വെള്ളം കൊണ്ട് കുടിക്കാൻ ഇടവില്ല, തൂറാൻ സ്ഥലമില്ല, പെടുക്കാൻ സ്ഥലമില്ല, ഒരു തുണി മാറാൻ കൂടെ സ്ഥലമില്ല. വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് എത്ര എണ്ണം കിടക്കും? ആ മുറിക്കകം ഒന്നൊന്ന് നോക്കണം. ഞങ്ങൾ എങ്ങനെ കിടക്കുന്നെന്നും എങ്ങനെ തുണി ഇട്ടേക്കുന്നെന്നും. 26 കൊല്ലം കൊണ്ട് കിടക്കുക. 26 കൊല്ലം കൊണ്ട് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് കിടക്കുക. ഇവരെന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? പുഴുക്കളാണെങ്കിൽ ഞങ്ങളെ എന്തിനാ വിട്ടേക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഒരു കാർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? വോട്ട് കാലത്ത് വരും, മുടുക്കി കയറും, അവിടെ കയറും, ഇവിടെ കയറും, എല്ലാവരും കാല് പിടിക്കും. അല്ല, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇത് വീട് കണ്ട, ഈ ഇടുക്ക് കണ്ട, ഇതിൻ്റെ അകത്ത് നടന്ന് തിരിയാൻ പറ്റുമോ? ബാത്റൂം ഇല്ല ഇവിടെ. ഈ കണ്ട, ഈ 10 റൂമായത് നമ്മളെ റൂം എന്ന് പറയുന്നത്. ഇത് കണ്ട, നടക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥലം. മക്കളും ചെറുമക്കളും എല്ലാരും കൂടെ കഴിയുന്ന ഒരു വീടായത്. ഇത്രയും ദൂരത്തെ എവിടെങ്കിലും കൊല്ലം ജില്ലക്കകത്തുണ്ടോ? ഉണ്ടോ?